പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ. പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കില്ല. വിവരങ്ങളുമായി സിബി ഒരിക്കൽ കൂടി ചേരുകയാണ്. സിബി, പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇന്ത്യ മുന്നണി വളരെയധികം ശക്തമായി മുന്നോട്ട് വെച്ച ഒന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സമ്മേളനം കേന്ദ്രം കൂടിയിരിക്കണം, അതിലൂടെ തീരുമാനമുണ്ടാകണമെന്ന് നിരന്തരം ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ തീരുമാനം വന്നിരിക്കുന്നു. പ്രത്യേക സമ്മേളനമില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കുമെന്നാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ദൂരി, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കുമെന്നൊരു തീയതിയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു നേതൃത്വത്തിൽ ഒരു സമിതി ഈ ഒരു തീരുമാനമുണ്ടായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ വേണ്ടി പ്രത്യേകമായൊരു സഭാ സമ്മേളനം ചേരണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 16ഓളം പ്രതിപക്ഷ പാർട്ടി എംപിമാർ ഒപ്പിട്ട ഒരു കത്ത് കേന്ദ്ര സർക്കാർ നൽകിയത്. മാത്രമല്ല ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപി അടക്കം ഈ ഒരു കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണെന്നും അതിനുവേണ്ടി പ്രത്യേകമായൊരു സമ്മേളനം വിളിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വർഷകാല സമ്മേളനത്തിന് തീയതി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സമ്മേളനം ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഈ പ്രതിപക്ഷ നേതൃത്വത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വർഷകാല സമ്മേളനത്തിൽ വേണ്ടി വന്നാൽ ചർച്ച ചെയ്യാവുന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂരും അതോടൊപ്പം തന്നെ പഹൽഗാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു സഭാ സമ്മേളനം ഉണ്ടാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. മറിച്ച് ഈ വർഷകാല സമ്മേളനത്തിൽ ഇത് ചർച്ച ചെയ്യാവുന്ന നിലപാടിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും വർഷകാല സമ്മേളനം വലിയ പ്രക്ഷുബ്ധമാകുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിരവധി വിവാദങ്ങൾ ഇപ്പോൾ തന്നെ ഉടലെടുത്തു വന്നിരിക്കുന്നു. സംയുക്ത സൈനിക മേധാവിയുടെ പല പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന എല്ലാം തന്നെയും വളരെയധികം വിവാദമായിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെയും ഒരു വ്യക്തമായ വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകണം. അത് ഇനി പാർലമെന്റ് നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ ബഹളത്തിന് കാരണമാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടികളിലേക്ക് ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടി അടക്കമെല്ലാം തന്നെയും ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അങ്ങനെ നിരവധി അജണ്ടകൾ ഈ വർഷകാല സമ്മേളനത്തിലെ പ്രത്യേകതയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അതോടൊപ്പം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണം, ഈ രണ്ട് വിഷയങ്ങളിൽ ഭരണപക്ഷം വർഷകാല സമ്മേളനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അതിൽ സംസാരിക്കും എന്നതെല്ലാം തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രത്യേക സഭാ സമ്മേളനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. സിന്ധു. വ്യക്തമാണ് സിബി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കില്ല എന്ന തീരുമാനവും പുറത്തു വന്നിരിക്കുന്നു. ആ വിഷയങ്ങൾ ഈ വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. വിവരങ്ങളാണ് സിബി നൽകിയത്.